ഗൈസ് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ചേരി തിരിഞ്ഞുള്ള മഴയാണ് ഗൈസ്, ചേരി തിരിഞ്ഞുള്ള മഴ. നമുക്കൊരു 10 മീറ്ററിൽ വളഞ്ഞാതെയായിരുന്നു, അതുവരെ വണ്ടി പോയി. 10 മീറ്ററിലായിരുന്നു പണി, അതുകൊണ്ട് ഓടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏകദേശം 4 കിലോമീറ്റർ ചുറ്റി നമ്മള്. തീരെ ഇതുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകുക, അല്ലാതെ ബസ് വലിയ കംഫർട്ടബിൾ അല്ല. പക്ഷെ കോട്ടയം വേറെ വൈബാണ്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ കോട്ടയം എത്തുമ്പോൾ വേറെ ഫീലാണ്. ഹലോ ഗൈസ്, ആഷ് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പ്രോഗ്രാമിന് പോകുന്ന വീഡിയോ ആണ് ഇട്ടിരുന്നത്. ഇന്നും അത് തന്നെയാണ്. ഇപ്പോൾ 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ന് നമുക്ക് ഏറ്റുമാനൂർ പ്രോഗ്രാമുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇപ്പോൾ 6 മണി കഴിഞ്ഞതുള്ളൂ, രാവിലെ 6 മണി. അപ്പോൾ എണീറ്റു. ഇപ്പോൾ രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ റൂം അവൈലബിൾ ആണ്. അപ്പോൾ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഹരിബറിയായിട്ട് റെഡിയായി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ബാക്കി പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഇനി അടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് ഇനി മേക്കപ്പ് കിറ്റൊക്കെ എടുത്ത് വെക്കണം. ഡ്രസ്സിന് ഒരു ദിവസത്തെ ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഒരു ദിവസത്തെ ഡ്രസ്സ് എടുത്ത് വെച്ച് ഇനി അവൻ്റെ ഡ്രസ്സുകൂടെ എടുത്ത് വെക്കണം. ഇനി ഇറങ്ങുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങളിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇറങ്ങാൻ പോവാണ്. പോകുന്നതിന് പിന്നെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്, ഓക്കെ ആണോ, ഫുൾ കണ്ടീഷനാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഡീസൽ വണ്ടിയാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ട്. സൗണ്ടും എന്താ പറയുക, വല്ല അലമ്പാണ് വണ്ടി എടുക്കുമ്പോഴത്തേനും. ഗൈസ്, നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരിടം എത്തിയിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ആക്ച്വലി ബസ്സിൽ പോകാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ബസ്സിൽ ഇവിടെ നിന്ന് രാവിലെ വീടിന് അവിടെ നിന്നില്ല, അവിടെ നിന്ന് തമ്പാനൂർ പോകണം. തമ്പാനൂർ പോയിട്ട് അവിടെ നിന്ന് ഈരാറ്റുപേട്ട ബസ്സുണ്ട്. അപ്പോൾ ഈരാറ്റുപേട്ട ബസ്സിൽ പോകാം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ടിക്കറ്റ് 200 സംതിങ്. അപ്പം 2 പേർക്കും കൂടി ഒരു 1000 അടുപ്പിച്ച് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള ട്രാവല്. പിന്നെ ലാസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വേറെ ബസ്സിൽ കയറി പോകേണ്ടി വന്നതാണ്. ബസ് ഇവിടെ എത്തിയപ്പോൾ 4-5 മണിക്കൂർ ഡിലേ ആയി. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഇന്ന് എടുക്കാൻ താല്പര്യമില്ല. പിന്നെ നാളെ നമുക്ക് രാവിലെ അവിടെ നിന്നുള്ള ബസ് നോക്കിയാലും നാളത്തെ ഒരു ദിവസം വേസ്റ്റാണ്. അപ്പം നമ്മൾ വിചാരിച്ച ഒരു 1000 രൂപയുടെ ലാഭം നമ്മൾ നോക്കുന്നില്ല. ഒരു 2000 ഡീസൽ അടിച്ചാൽ നമുക്ക് ആക്ച്വലി ലൊക്കേഷനിൽ പോയിട്ട് തിരിച്ച് വരാൻ പറ്റും. അപ്പം പിന്നെ ഒരു 1000 രൂപയുടെ ലാഭം നോക്കുന്നില്ല. ഇന്ന് നൈറ്റ് തന്നെ നമുക്ക് ഓടി തിരിച്ച് ഇവിടെ എത്താം. പിന്നെ ഇവിടെ നിന്ന് ബസ് യാത്ര, പോകുന്ന ടൈമിങ്, പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളടത്ത് നിർത്തി ഫുഡ് കഴിക്കാം. പിന്നെ അവർ നിർത്തുന്നിടത്ത് നിർത്തി ഫുഡ് കഴിക്കണം. എനിക്ക് ഒരു 5 വർഷമായിട്ട് എനിക്ക് ബസ് ട്രാവലൊന്നും വലിയ കംഫർട്ടബിൾ ഉള്ള കാര്യമൊന്നുമല്ല. തീരെ ഇതുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകുക, അല്ലാതെ ബസ് വലിയ കംഫർട്ടബിൾ അല്ല. റോഡിലോടി അത് എത്തുമ്പോഴത്തേനും എത്ര 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബ്ലോക്ക് ഉണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മിനിമം പറയുന്ന ടൈമാണ് 5 മണിക്കൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല, ഞാൻ കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അതാണ്. ഈ ഒരു 1000 രൂപയുടെ ലാഭത്തിന് വേണ്ടി എന്തായാലും എനിക്ക് അതിൽ പോകുന്നില്ല. ഞാൻ ഡീസൽ അടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഡീസലിന് ഇന്നത്തെ റേറ്റ് എത്ര, 103 അല്ലേ? 104 രൂപ. ഓക്കെ, നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് അടിച്ചപ്പോൾ 104 രൂപയായി. ഇനിയിപ്പം നമ്മുടെ ഇവിടെ എത്തുമ്പം നമ്മുടെ കൊട്ടാരക്കര ആ ഏരിയയിലോട്ട്, റാന്നി ആ ഏരിയയിലൊക്കെ എത്തുമ്പോൾ 1 രൂപ കുറയും. കൊച്ചിയിൽ എത്തുമ്പോൾ 2 രൂപ കുറയും. നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് റേറ്റ് വെച്ച് 2 രൂപ കുറയും. അത് വലിയൊരു എഫക്റ്റായിട്ട് നമുക്ക് തോന്നില്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ 10 ലിറ്റർ 20 ലിറ്റർ ഒക്കെ അടിക്കുന്നത് കൊണ്ട് നമുക്ക് അതിലൊരു വേരിയസ് ഫീൽ ചെയ്യും. കാരണം നമുക്ക് അത്രയും ഡീസൽ ഇത് കിട്ടേണ്ട പൈസയാണ് നമുക്ക് എക്സ്ട്രാ പോകുന്നത്. എന്തായാലും പെട്ടെന്ന് വാറൊക്കെ തീർന്നിട്ട് റേറ്റൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഇതേ റേറ്റിൽ പരിപാടി ചെയ്യാനും നമുക്ക് പറ്റില്ല. എല്ലാ സാധനങ്ങൾക്കും വില കയറും. ആ ടെൻഷനിലാണ്. എന്തായാലും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തിരക്കായിട്ടില്ല, തിരക്കാവാറായി. തിരക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ മഴയും വരുന്നുണ്ട്. ഇന്നെങ്ങനെയാണ് വൈബ് കാര്യങ്ങളൊന്നും അറിയില്ല, നോക്കാം. ഇപ്പോൾ രാവിലെ 7:45 ആയി. ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ നമ്മൾ വെഞ്ഞാറമൂടൊക്കെ എത്തുന്നതേ ഉള്ളൂ. പണി നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് വഴി കട്ട് ചെയ്തിട്ടാണ് കയറുന്നത്. ഇടയ്ക്ക് പണി നടക്കുന്നുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല, വലിയ ബ്ലോക്കൊന്നും ഇല്ല. പക്ഷെ കിട്ടില്ല മഴ, അടിപൊളി മഴ, നല്ല മഴയുണ്ട്. അതുകൊണ്ട് 2 വീലേഴ്സൊക്കെ റോഡിൽ ഭയങ്കര കുറവാണ്. എന്നാൽ രാവിലെ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരും ബസ്സൊക്കെയാണ് ഉള്ളത്. പക്ഷെ നല്ല അടിപൊളി മഴയാണ്. കിടിലം മഴ, ഭയങ്കര മഴയാണ്. റോഡ് തന്നെ കാണാൻ പറ്റുന്നില്ലതോ. അവിടെ അങ്ങ് പോകുന്ന ആ ബസ്സിങ്ങനെ കിടിലം മഴ. ഇതിപ്പോ അടുത്ത ജംഗ്ഷൻ എത്തി മഴ തീർന്നു. ജംഗ്ഷൻ
ഇപ്പുറത്തെ ജംഗ്ഷനിൽ മഴയുണ്ട്, അപ്പുറത്തെ ജംഗ്ഷനിൽ മഴയില്ല. ഇനി അപ്പുറത്തെ ജംഗ്ഷനിൽ മഴ. മനസ്സിലായോ? ചേരി തിരിഞ്ഞുള്ള മഴയാണ് ഗൈസ്, ചേരി തിരിഞ്ഞുള്ള മഴ. പട്ടിണിയാണ് ഗൈസ്, പട്ടിണിയാണ്. വിശന്നിട്ട് വയ്യ. നമ്മൾ റാന്നി റോഡ് കയറിയായിരുന്നു. ഇപ്പൊ റാന്നി റോഡ് കയറിയിട്ട് ഇനിയിപ്പോ ഫുഡ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. നമ്മൾ ആര്യഭവനും ആര്യാസിലും ഇത്തിരി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മൾ ആര്യഭവനിൽ കയറിയിട്ട് നമ്മളൊരു അരമണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് നമ്മുടെ സെർവിങ്ങിനൊന്നും അല്ലെങ്കിൽ ഓർഡർ എടുക്കാനൊന്നും ആരും വന്നില്ല. പ്ലേറ്റ് എടുക്കാൻ വേണ്ടിട്ട് വന്നില്ല. രാവിലെ തിരക്കുണ്ട്, കാരണം നമ്മൾക്ക് വരുന്ന വഴിക്ക് നമ്മൾക്കിപ്പോ ആകെ തിരക്കുള്ളത് നമ്മുടെ ചട്നി മാമയുണ്ട്. ചട്നി മാമ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ചടയമംഗലം. അത് കഴിഞ്ഞാൽ പിന്നെ ആര്യഭവൻ, ആര്യാസ് ഒക്കെ ഉണ്ട്. ആര്യാസ് കുറച്ച് സ്പേസേ ഉള്ളൂ. ആര്യാസിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ട് ഫുഡൊക്കെ കുഴപ്പമില്ല, നല്ല ഫുഡാണ്. പക്ഷെ ആര്യാസിൽ കയറിയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മളതുകൊണ്ട് പിന്നെ അവിടെ വന്നപ്പോഴും നല്ല തിരക്കുണ്ട്. ഒരുപാട് വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. നമ്മൾ ആ വരുന്ന ഏരിയയിൽ ഇവിടുന്ന് ഇത്ര റൂട്ട് പാസ് ചെയ്ത് വരുമ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്പോട്ടുകൾ അതൊക്കെ ഉള്ളു. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്താണ് വന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ റാന്നി റോഡ് കയറി ഇനിയിപ്പോൾ ഫുഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. നോക്കണം. നമ്മൾ ഇതുവരെ അങ്ങനെ ഫുഡ് കിട്ടുന്ന സ്പോട്ട് കണ്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്പോട്ടൊന്നും കണ്ടില്ല. ശോകമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നോർമൽ കട, അപ്പം മലയാളം നോർമൽ കടയിൽ ഫുഡ് കയറി. അപ്പോൾ ഒന്നുമില്ല, ദോശ, പൊറോട്ട, ഇടിയപ്പം അങ്ങനെ ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ പൊറോട്ട ഉണ്ട്, അവിടെ ദോശ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പൊറോട്ട ഓർഡർ ചെയ്ത്, വലിയ പൊറോട്ട 2 പൊറോട്ട, ഞാൻ ചെറുതാക്കി വെച്ച് 2 പൊറോട്ട ഓർഡർ ചെയ്തത്. അപ്പം വലിയ പൊറോട്ട, ദോശ, വലിയ ദോശ, അല്ല വലിയ ദോശ. കട ഹലോ മിസ്റ്റർ പെരേര പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കടയാണ് ഗൈസ്. അങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയും വന്നു. ടേസ്റ്റ് പറയാനൊന്നുമില്ലല്ലോ, നമ്മൾ പൊറോട്ട മുട്ടക്കറി ആണല്ലോ, അതൊന്നും പറയാം. മോശം പറയാനൊന്നുമില്ല. നമ്മൾ പൊറോട്ടയും മുട്ടക്കറി എന്നാണ് നല്ല ഫുഡാണ്. അങ്ങനെ നമ്മൾ റാന്നിയിലും കട കണ്ടുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ കടയിൽ കയറണം, ഓരോ ഫുഡ് കഴിക്കണം. അതിൽ ഏതെങ്കിലും നല്ല കട കിട്ടും. 2-3 കടമേ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ കടയിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു കട നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിക്കും. ഫുഡ് കഴിച്ചിറങ്ങി. നല്ല മഴയുണ്ട്, നല്ലതല്ല ചെറിയ മഴയുണ്ട്. ഇനിയിപ്പം ഇപ്പോൾ കൊല്ലത്താണ് നിൽക്കുന്നത്. കൊല്ലം ജില്ല കയറി. മറ്റേ പ്രോപ്പർ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കവലയാണ് നിൽക്കുന്നത്. ഇനി ഇപ്പോൾ വെട്ടിക്കവല നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് റാന്നി റോഡ് വഴി നേരെ കോട്ടയം ഈരാറ്റുപേട്ട, അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. ഏകദേശം ഇനിയൊരു 120 കിലോമീറ്റർ അറൗണ്ട് വരും. അപ്പോൾ പോകുന്ന വഴി കാണാം. നല്ല മഴയുണ്ട്, നല്ല മനസ്സിലാവും. ഈ ഒരു മഴ ഉണ്ട്. അങ്ങറ്റം വരെ ഈ ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു മഴയാണെങ്കിൽ കുഴപ്പമില്ല, നൈസാ വണ്ടി പോകും. മഴ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിന് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു മഴ നല്ല. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്തി. പമ്പിലാണ്. ജസ്റ്റ് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി പമ്പെത്തി. ഇത് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടെ ഉള്ളൂ. 11:30 ആകുമ്പോൾ അവിടെ റീച്ച് ആവും. ഞങ്ങൾ രാവിലെ 7 മണിക്ക് എത്തി. 11:30 ആകുമ്പോൾ റീച്ച് ആവും. വലിയ പക്ഷേ ഇന്ന് നോർമലി റാന്നി റോഡ് ട്രാഫിക് ഇല്ലാത്തതാണ്. പക്ഷെ ഇന്ന് കുറച്ചെന്തോ ബ്ലോക്ക് ആയിട്ടില്ല, എന്നാലും കുറച്ച് ട്രാഫിക് ഉണ്ട് ഇന്ന്. കുറച്ച് പതുക്കെ ചവിട്ടി പോകണം. ആ ഒരു മൂഡാണെന്ന്. എന്താ പറയാ, ഞങ്ങൾ ആ പമ്പിലെത്തി. അപ്പോൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആയതുകൊണ്ട് പമ്പിലെത്തിയിട്ടുണ്ട്. ചെറിയ മഴയുണ്ട് എപ്പോഴും. ഇങ്ങനെ ഈ ഒരു വൈബിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മഴ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതാ പറഞ്ഞത് 1.5 മണിക്കൂർ ഇവിടെ നിന്ന് നേരെ എന്താ പറയാ 1.5 മണിക്കൂർ 2-3 റൂട്ട് കാണിക്കുന്നുണ്ട്. മണിമല നമ്മൾ ഈ റൂട്ട് വഴിയാണ് പോകുന്നത്. ഏതൊക്കെയോ വഴി കൂടെ പോകണം. എന്താ പറയാ, മാപ്പ് കാണിക്കണം, നമ്മൾ പോകണതല്ലേ നടക്കൂ. MC റോഡ് നമ്മൾ കട്ട് ചെയ്ത്. MC അല്ല, സോറി, റാന്നി റോഡ് നമ്മൾ കട്ട് ചെയ്ത്. റോഡിന്റെ ഭംഗിയുണ്ട്. 2 സൈഡും മരങ്ങൾ ഇങ്ങനെ ഒരു ടണല് പോലെ ആയിട്ട് ഇങ്ങനെ നടുക്കൂടെ നമ്മൾ പോകണം. അടിപൊളി റോഡ്.
ആക്ച്വലി ഇടുക്കിയൊക്കെ പോകുന്നെങ്കിൽ നമ്മളോട് ഇടുക്കിയൊക്കെ പോകുന്നെങ്കിൽ റാന്നി കയറി ഈ റൂട്ടാ പോകേണ്ടത്. ഇടുക്കി അങ്ങോട്ടൊക്കെ പോകുന്നത്, മൂന്നാർ വാഗമണൊക്കെ പോകുമ്പോൾ ഏകദേശം ഈ റൂട്ടാ പോകേണ്ടത്. ഭയങ്കര ഭംഗിയാണ് റോഡ്. റോഡ് കുറച്ച് ദൂരം ഇങ്ങനെ നല്ല ആംബിയൻ, നല്ല മൂടായിട്ട് പോകാൻ പറ്റും ഗൈസ്. ഇത്ര നേരം നല്ല റോഡും എല്ലാ കാട്ടിനകത്തൂടെ ഒക്കെ അടിപൊളിയാവുന്നത്. പക്ഷെ ഇപ്പൊ റോഡ് പണി കിടക്കുകയാണ് ഗൈസ്. ഇവിടെ കുറച്ച് ദൂരമായി നല്ല മോശം റോഡാണ്. എന്താണെന്ന് റോഡ് പറഞ്ഞ നല്ലൊരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു. അരുവിയല്ല, എന്താ പറയാ, ഒരു ഈ സംഭവം കനാല് പോലത്തെ ഒരു സംഭവം, തെളിഞ്ഞ വെള്ളമായിരുന്നു. എന്താ പറയാ, കണ്ണാടി പോലത്തെ വെള്ളമായിരുന്നു. ഇത് പച്ചവെള്ളമാണ്, തെളിഞ്ഞ വെള്ളമായിരുന്നു. ഈ സൈഡിലൊക്കെ പൈനാപ്പിൾ ഉണ്ട്, കുറച്ച് എസ്റ്റേറ്റുകളുണ്ട്, തോട്ടങ്ങളുണ്ട്. ഇവിടെ പണി നടക്കാൻ പോകണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് കല്ലൊക്കെ ഫുള്ള് ഈ തോട്ടങ്ങളും ഫാം ഹൗസും ഫാമും അങ്ങനത്തെ ആയിരുന്നു, നഴ്സറിയും. ആൾതാമസവും ഉണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് സ്പേസസ് ഫാമും കൃഷിയും ഒക്കെയാണ്. റോഡുണ്ട്, പക്ഷെ പാച്ച് വർക്ക് ചെയ്ത റോഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുലുങ്ങി പോകുന്നത്. പക്ഷെ റോഡുണ്ട്, വലിയ കുഴപ്പമില്ല, നല്ല റൂട്ടാണ്. പാല കയറുന്ന റൂട്ടാണ്. മഴ പെയ്തത് കൊണ്ട് അത്യാവശ്യം കുറച്ച് കുഴിയൊക്കെ ഉണ്ട് റോഡില്. ഇവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കാണ്. കുഴീന്റെ ഇത് അറിയാൻ പറ്റുന്നില്ല. റോഡാണ് കേരളത്തിൽ. ആക്ച്വലി ഇപ്പൊ നമ്മൾ കുറെ നാള് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ ഇതിപ്പോ ഒരുപാട് ഉള്ളിലോട്ടുള്ള റോഡ് കയറിയത് കൊണ്ടായിരിക്കണം. മെയിൻ റോഡൊന്നും ഇങ്ങനെ പ്രശ്നമില്ല. ഈ റോഡ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അത് ഒരുപാട് ഉള്ളിലോട്ടായതുകൊണ്ടാണ്. പിന്നെ മഴ സീസൺ അല്ല, അതുകൊണ്ടായിരിക്കണം. കാരണം ബിക്കോസ് നമ്മൾ അറൌണ്ട് കേരള ഫുള്ള് ട്രാവൽ ചെയ്യുമ്പോൾ റോഡൊക്കെ അടിപൊളിയാണ്, രക്ഷയില്ലാത്ത റോഡുകളാണ്. ബെസ്റ്റ്. നമ്മളിപ്പം പുറത്തോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കർണാടക, തമിഴ്നാട് ഹൈവേ മാത്രമേ ഉള്ളൂ. ഹൈവേ കഴിഞ്ഞ് ഇട റോഡുകൾ വിട്ട് കഴിഞ്ഞാൽ ശോകമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോ പണി നടക്കുന്നോണ്ടാണ് കേട്ടോ. ഈ റോഡ് അടിക്കാണ്, പക്ഷെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ റോഡ് അടിപൊളിയായിരിക്കും. നമ്മൾ ഏതൊക്കെയോ വഴി കയറി, അടിപൊളി വ്യൂ ആണ് ഇവിടെ അങ്ങോട്ട് കാണുമ്പോ. വരുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നു, അപ്പൊ അതുകൊണ്ട് വണ്ടി തിരിച്ചു വിടുന്നു. ഞങ്ങള് മാത്രമല്ല, എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ വേറെ ഏതോ ഇടയിൽ കൂടെ ഒക്കെയാണ് കയറി. റോട്ടറി ക്ലബ്ബടാ ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പൊ എല്ലാരും നമ്മളെ പോലെ പല വഴിയിൽ പോയിട്ട് ഇതുപോലെ തിരിച്ച് വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കണാണ്. ഇപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണി നടക്കുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും അതുവരെ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് വേറെ വഴി കൂടെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ റോഡ് പണി നടക്കുകയാണ്. റോഡ് പൊളിഞ്ഞ് നമ്മൾ കാണിച്ചില്ലേ, റോഡ് പൊളിഞ്ഞ് കിടക്കുന്നത്. എന്തായാലും അവർ പണിയുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. പക്ഷെ നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ. നല്ല ഇപ്പം മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട്ടയം. എനിക്ക് ട്രാവൽ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് കോട്ടയം, പാല. ഈ ഏരിയ ഒക്കെ ഭയങ്കര ഒരു റിച്ച് ഫീലുമാണ്. എന്നൊരു ഇഷ്ടംപോലെ മരങ്ങളും തണലും ഒരു പ്രത്യേക ഒരു വെക്കേഷൻ മൂഡ് തരുന്ന ഏരിയ ആണ് കേട്ടോ. ഇപ്പൊ ഒരു ചെറിയ മഴയൊക്കെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ഗ്ലൂമി ക്ലൈമറ്റ്. അതർവൈസ് കുറച്ചുകൂടെ നല്ല രസമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 മീറ്ററിൽ വളഞ്ഞാൽ മതിയായിരുന്നു. അതുവരെ വണ്ടി പോയി. 10 മീറ്ററിലായിരുന്നു പണി. ഒട്ടും ഓടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏകദേശം 4 കിലോമീറ്റർ ചുറ്റി നമ്മള്. ഏകദേശം 10 മിനിറ്റോളം എക്സ്ട്രാ ആയി. 4 കിലോമീറ്റർ ഇങ്ങനെ കിടന്ന് ചുറ്റി. കുഴപ്പമില്ല, ഇപ്പൊ ചെറിയൊരു സിറ്റി പോലീസ് എത്തി. കാഞ്ഞിരപ്പള്ളി എത്തി ഗൈസ്. കാഞ്ഞിരപ്പള്ളി നമ്മള് കാഞ്ഞിരപ്പള്ളി ടൗൺ ആണെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ടൗണിലെത്തി. കോട്ടയത്തിന്റെ അനന്തർ ടൗണിൽ നമ്മൾ എത്തിയിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി ഇതാണെന്ന് തോന്നുന്നു കാഞ്ഞിരപ്പള്ളി ടൗൺ. കണ്ടിട്ട് ഇത് കാഞ്ഞിരപ്പള്ളി ടൗൺ ആയിട്ട് തോന്നുന്നു. പക്ഷെ കോട്ടയം വേറെ വൈബാണ്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ കോട്ടയം എത്തുമ്പോൾ വേറെ ഫീലാണ്. നമ്മള് വന്ന വഴി വേറെ, എക്സാക്ട് വേറെ വഴി. അവിടെ റാന്നി കോന്നി നമ്മള് കേറിയിട്ട് പിന്നെ എക്സാക്ട് ഇടയിലുള്ള വീടുകൾക്കിടയിലുള്ള ഇടുക്കി മൂടാണ് ഇതൊക്കെ. എന്താ പറയാ, ഇടുക്കിയുടെ വൈബാണ്. കോട്ടയം സിറ്റി എക്സാക്ട് വേറൊരു ഇതിലാണ് പോണത്. ബ്ലോക്ക് കിട്ടി ഇവിടെ. ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് ബ്ലോക്ക് കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കണം. എന്താണെന്ന് ഇവിടെ നല്ലൊരു ബ്ലോക്ക് കിടപ്പുണ്ട്. KR ബേക്കേഴ്സ്. ഈ കോട്ടയത്തിന്റെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ഒന്ന് ബേക്കറി. ബേക്കറി പല എന്നുവെച്ചാൽ ഒരു കുടുംബപരമായിട്ടുള്ള ബേക്കറി സെറ്റപ്പ്. ബേക്കറി KR ബേക്കേഴ്സ് ഒരുപാടുണ്ട്. നമ്മൾ മറ്റേ ഇവിടെ മുണ്ടക്കയത്തുനിന്ന് കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറെ സ്ഥലത്ത്. KR ബേക്കേഴ്സ് ഫുള്ള് ബേക്കറി സെറ്റപ്പാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കാണുന്ന ഹോസ്പിറ്റല്.
കാരിത്താസ്, ഇവിടെ എന്തോ മേരി ക്വീൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റല്. ഇവിടെ എവിടെ പോയാലും ഈ എന്താണ് ഫുൾ ഇവരുടെ ബോർഡുകളും ഫുൾ ഇവരുടെ സ്ഥലങ്ങളും ഒക്കെയാണ് കൂടുതൽ. അപ്പൊ ഞങ്ങളങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ കയറാൻ പ്ലാൻ ചെയ്യണം. കാരണം വണ്ടിക്ക് ഓയില് കുറച്ച് കുറവാണ്. ഓയിൽ എന്തോ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നണം. കാരണം ഓയില് ഇടക്കിടക്ക് കുറയുന്നുണ്ട്. രാവിലെ വണ്ടി സ്റ്റാർട്ട് വൈകിട്ട് വെള്ള പുകയും വരുന്നുണ്ട്. അപ്പൊ ഈ വർക്ക്ഷോപ്പിൽ കയറി ഓയിൽ ടോപ്പ് ചെയ്യാനും ഇപ്പം പകുതി കുറവാണ് ഓയിൽ. അപ്പൊ ടോപ്പ് ചെയ്യണം. നാളെ മറ്റന്നാളെ വണ്ടി ഉണ്ടെന്ന് കാണിക്കണം വർക്ക്ഷോപ്പിൽ. എന്താണ് കംപ്ലൈന്റ് നോക്കാനേ എന്ന് കാണിക്കണം. ഒരു വർക്ക്ഷോപ്പിൽ കയറി ചോദിച്ചോട്ടെ. നമ്മളങ്ങനെ ഓയിൽ ഫില്ല് ചെയ്തായിരുന്നു. ഓയിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഓയിൽ ലീക്കേജ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 months ആവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ ലീക്കേജോ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ കയറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. എന്തെങ്കിലും ഓയിൽ ഫില്ല് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കട്ടെ. ജസ്റ്റ് ചെക്ക് ചെയ്തു. വണ്ടിക്ക് വേറെ കുഴപ്പമുണ്ടോ ഇല്ലയെന്നും നമ്മൾ ചെക്ക് ചെയ്തില്ല. ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. എന്തായാലും നാളെ ഞായറാഴ്ചയാണ്. നാളെ നമ്മൾ അവിടെ എത്തും. ട്രിവാൻഡ്രം തിരിച്ചെത്തും. നാളെ എത്തിയിട്ട് മറ്റന്നാൾ എന്തായാലും വണ്ടി കൊടുക്കണം. കാരണം ബ്രേക്ക് മാറ്റാൻ സമയമായി. പിന്നെ ഓയിൽ പെട്ടെന്ന് പറയുന്ന ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ ലൈറ്റ് 2 പ്രാവശ്യം നമ്മൾ മാറ്റിയിട്ടും ലൈറ്റ് പെട്ടെന്ന് ഫ്യൂസായി പോകുന്നു. അതെ. അപ്പൊ അത് ഓയിലിന്റെ ആണെങ്കിലും ഇവിടെ പറഞ്ഞത് എഞ്ചിൻ ലീക്ക്, എഞ്ചിന്റെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതെന്താന്ന് വെച്ചാൽ പോയി നോക്കണം വണ്ടി എങ്ങനെ ഓടും എന്നുള്ളത്. ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് വലിയ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ കിട്ടുന്ന ഗ്യാപ്പിൽ വേണം വണ്ടീന്റെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് വർക്ക് വരുമ്പോഴത്തേനും പണിയാവും. നമുക്ക് വണ്ടി പണിയാൻ സമയം കിട്ടില്ല. അപ്പം 2-ാം തീയതി നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പം 1-ാം തീയതി വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഇപ്പം 2-ാം തീയതി നമുക്ക് 3-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ 4-ാം തീയതി ആവശ്യമുള്ളൂ വണ്ടി. അപ്പൊ 2 ദിവസം കിട്ടും. അപ്പൊ 2 ദിവസത്തിലെ ബാക്കി പണികളൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ എത്താറായി. ഇനി ഇവിടുന്ന് 1 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ആക്ച്വലി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പിന്നെ ഞാൻ ബസ് ഓപ്റ്റ് ചെയ്യാതെ കാറ് തന്നെ ഓപ്റ്റ് ചെയ്ത് വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇച്ചിരി നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടൈം നമ്മൾ വരുന്നത് കൊണ്ട് കാറിലാണ് വന്നത്. ഇപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ബസ്സിലായിരിക്കും വരുന്നത്. അപ്പം ഇനിയിപ്പോൾ എത്തിയിട്ട് അവിടെയുള്ള വിശേഷം പോകുന്നതാണ്. നമ്മളെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. സ്മേളിൽ വൽഹാല പബ് കണ്ടോ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. റൂമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല സത്യം. നമ്മൾ ഇറങ്ങി ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേനും കോളിലായിപ്പോയി. അപ്പൊ പിന്നെ അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയി. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇപ്പൊ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഇവിടെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ നമ്മള് പാല പോവേണ്ടി വരും തോന്നുന്നു. പാല ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട്. പാല ഇനിയിപ്പോ ഇവിടെ കഴിഞ്ഞാൽ പാല നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുള്ളൂ. ചെറിയ ഹോട്ടൽസ് ഒന്നും ഇല്ല. മന്തി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലതൊന്നും ഓപ്പൺ അല്ല. കടകളൊന്നും ഇല്ല. ശോകമാണ്. അപ്പം ഇനിയിപ്പോ രാത്രി ഇവിടെ ഫുഡ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് അതെ. അപ്പം നമ്മളിനിപ്പം മിക്കവാറും പാല പോവേണ്ടി വരും എന്ന് തോന്നുന്നു. ഏതായാലും നോക്കാം. തിരിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും റൂമിന്റെ വീഡിയോസ് കാണിച്ചു തരാം. 5 സ്റ്റാർ സെറ്റപ്പ് ഒന്നും അല്ല. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ക്ലബ് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനിപ്പോൾ സൗണ്ട് ചെക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും കാണിക്കാം. ഒരു 3 സ്റ്റാർ ടൈപ്പ് ഓഫ് ഒരു സംഭവമാണ്. വലിയ ഭയങ്കര ഇതൊന്നല്ല. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. മിഠായിൻ്റെ എല്ലായിടത്തും കൗണ്ടറിൽ മിഠായി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ ഫുഡ് മേടിച്ച് കഴിയുമ്പോഴത്തേനും പൈസ ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചേഞ്ച് കിട്ടാറില്ല. അപ്പോൾ ആ ചേഞ്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ കയറിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് മേടിച്ചിട്ട് അകത്ത് കയറിയായിരുന്നു. ഇവിടെ കടയൊക്കെ ഭയങ്കര ശോഭങ്ങൾ. ഒന്നും കിട്ടാനില്ല. ഒരു ഹോട്ടലിൽ നിന്നുള്ള പേരുകൾ മാത്രമേ ഉള്ളൂ. ഒന്നും ഫുഡും ഇല്ല, പക്ഷേ ഇവിടെ ഒരു കുഴിമന്തി കടയുണ്ട്. പക്ഷെ അത് ഇല്ല. നമ്മൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ പോയിട്ടാണ് കടയിൽ നിന്ന് ഫുഡ്. അവിടെ ഇച്ചിരി തിരക്കുണ്ട്. അവർ തന്നെ കുക്ക് ചെയ്താണ്. നല്ല ഫുഡാണെന്ന് വിചാരിക്കുന്നു. കറി ഇല്ല, അവിടെ കറി ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് ഗ്രേവി പറഞ്ഞ ബീഫിന്റെ കുറച്ച് ഗ്രേവി ഉണ്ട് തരാന്ന് പറഞ്ഞ ഗ്രേവി കാണിച്ചായിരുന്നു. ഇനിയിപ്പോ ഫുഡ് കഴിക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയൂല. നമ്മൾ ഈ ഏരിയയിലൊന്നും അങ്ങനെ സാധാരണ കഴിച്ചിട്ടില്ല. കോട്ടയൊക്കെ സാധാരണ നമ്മൾ ഷാപ്പാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹോട്ടൽസൊക്കെ ഇവിടെ നമ്മൾ രാവിലെ അങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ കഴിച്ചാൽ തന്നെ ഭയങ്കര ശോകമാണ്. ഹോട്ടലൊന്നും സാധാരണ ആൾക്കാർ വീടുകളിൽ നിന്നാണ് കഴിക്കാറ്. ഹോട്ടൽ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ ഷവർമ, ഷവായി അല്ലെങ്കിൽ ഇങ്ങനെ മന്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പുറത്തുനിന്ന് ആൾക്കാർ സാധാരണ കഴിക്കാറ്. ഇവിടെ എല്ലാവരും വീട്ടിലാണ് കുക്ക് ചെയ്യാറെന്ന് തോന്നുന്നു. ഹോട്ടലൊക്കെ ഭയങ്കര കുറവാണ്. ശോകം എന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ്. നല്ല ഹോട്ടൽസൊക്കെ ഭയങ്കര കുറവ്. തിരക്കുള്ള ഹോട്ടലൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ
ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് ഹോട്ടൽസൊക്കെ അടപ്പാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നാമത് ഇവിടെ തിരക്കും വളരെ കുറവായതുകൊണ്ടായിരിക്കാം, പിന്നെ ഫുഡ് കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പം അവിടെ റെസ്റ്റോറൻറ്റൊന്നും ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എനിക്ക് റെസ്റ്റോറൻറ്റ് ഉച്ചയ്ക്ക് ഇവിടെ ഗോ ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടൊരു കുഴിമന്തി കടയുണ്ട്, അതും ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. വണ്ടിയൊക്കെ ഒതുക്കിട്ടേക്കുന്ന ക്ലോസ്ഡ് ആണ്. അപ്പൊ ഞാൻ ഞായറാഴ്ച പോലെ കിടക്കുവാണ് ഇവിടെ ഈ ഏരിയ. ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഈരാറ്റുപേട്ട നമ്മൾ ക്ലോസ് ചെയ്ത് ഫുഡ് കുഞ്ഞു ഹോട്ടലുണ്ട്. ഇവിടെ കാസിം കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെ ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളത് പാസ് ചെയ്തപ്പോ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ ഇനി രാത്രി അവിടെ നിന്ന് ഫുഡ് അറേഞ്ച് ചെയ്ത് തരാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് രാത്രി ഫുഡ് ഇവിടെ നിന്ന് കിട്ടാൻ ടാസ്ക് ആയിരിക്കും. നമ്മൾ ഈ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്ത് വരണം, ടാസ്ക് ആയിരിക്കും. ഇവിടെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം ക്ലോസ് ആവുന്ന ഒരു കോളായിരിക്കണം. അവിടെ ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ആ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, വലിയ സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഹോട്ടലിൽ എത്താറ്, ഇനി എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ആണ് നമ്മുടെ ഹോട്ടൽ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഈ സൈഡ് ബാറിലോട്ട് കയറാനുള്ള എൻട്രൻസ് ആണ്. ഇതാണ് ഏരിയ. വൈകിട്ട് എങ്ങനെ തിരക്കുണ്ടാവുമെന്നൊന്നും അറിയൂല. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് കയറി വരുമ്പോൾ റിസപ്ഷൻ ഉണ്ട്. ഇതാണ് റിസപ്ഷൻ. പിന്നെ ഇതാണ് ഗൈസ് റൂം ലോബി. ഇവിടെ കുറച്ച് സോഫാസ് ഇട്ടിട്ടുണ്ട് ഇരിക്കെങ്കിൽ. നമ്മുടെ റൂം 1002 ആണ്. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് കീ ഇട്ട് തുറക്കണം. റൂം വലിയ കൊള്ളാം. ഇതാണ് ഗൈസ് റൂം. AC ഉണ്ട്, TV ഉണ്ട്, ആസ് യൂഷ്വൽ നോർമൽ റൂം സ്പോട്ട്. ബാൽക്കണി ഇല്ല. ബാൽക്കണി വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് അപ്പുറത്തേക്ക് ഒരു കെട്ടിടം ആണ് വ്യൂ നമുക്ക് വരുന്നത്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, മിനി ഫ്രിഡ്ജ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. മിനി ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം, ബാത്ത് ഏരിയ. അല്ലാണ്ട് നമ്മൾ ഫുഡ് മേടിച്ചു. ഇരിക്കുന്ന ഫുഡ് കഴിക്കണം. നമ്മളാണെങ്കിൽ കാറിനകത്ത് 1 യൂസ് പ്ലേറ്റ് കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കാറാണല്ലോ വീട്. അപ്പോൾ 1 യൂസ് പ്ലേറ്റ് കാറിൽ കുറേ ഇതേപോലെ മേടിച്ചിട്ടുണ്ട്. ഇതേപോലെ 1 യൂസ് പ്ലേറ്റ് കുറേ കാറിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ എല്ലാ കടയിൽ നിന്ന് മേടിച്ചാലും നമുക്ക് ഇവിടെ ഒന്ന് പ്ലേറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് തന്നെ അപ്പോൾ നമുക്ക് തന്നെ ഈ പ്ലേറ്റ് റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാം. ഇനിയിപ്പോൾ ഇവരെ പ്ലേറ്റ് ഒഴിച്ച് അങ്ങനെ എന്താ വേണ്ട ആവശ്യമില്ല. അങ്ങനെ പബ്ബിൽ പോകാൻ വേണ്ടി കയറി. ഇവിടെയും ഉണ്ട് പോസ്റ്റർ. ഇവിടെയും ഉണ്ട് ഗായ്സ് പോസ്റ്റർ. അന്നത്തെ സെയിം പോസ്. ഓക്കെ, ഏതോ പുതിയ കെട്ടിടങ്ങളൊക്കെ പണി കിടക്കുന്നുണ്ട്. അത് കൊള്ളാം. ഇതാണ് ഗായ്സ് വെള്ളല്ല. യെസ് ഗായ്സ്, അങ്ങനെ നമുക്ക് സൗണ്ട് ചെക്ക് കഴിഞ്ഞ് നമ്മൾ മേളിൽ പോയി സൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് താഴെ ഇനി ഒന്ന് ഉറക്കമാണ് മെയിൻ. ഇന്ന് രാവിലെ എണീറ്റില്ലേ, ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോഴും ലേറ്റായി. പടം കണ്ട് കിടന്ന് ഇന്ന് ഉറങ്ങിയപ്പോഴും ലേറ്റായിരുന്നു. ഇനിയിപ്പം ഒന്ന് ഉറങ്ങണം. ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഒരു 9:30 ആകുമ്പോൾ മേളിൽ പോയിട്ട് നമുക്ക് പൊളിക്കാം. എന്തേ? യെസ് ഗൈസ്, അങ്ങനെ ഉറക്കം എണീറ്റ് സമയം 8:30 1 മണിക്കൂറുണ്ട് 9:30 മേളുടെ പരിപാടി കയറണം. അപ്പോൾ സമയം ഇപ്പോൾ 8:30 റെഡി ആവണം, പോകണം, ചായ കോഫി കുടിക്കുക. കോഫി റൂമിൽ നിന്ന് കോഫി ഉണ്ടാക്കി കോഫി കുടിച്ച് റെഡി ആവണം. ആവണം, മേളിലോട്ട് പോകണം. ഇതാണ് പരിപാടി. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ റെഡിയായി. ഇനി മേളിലോട്ട് പോകണം. അവള് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മേളിൽ പരിപാടി തുടങ്ങി. സൗണ്ട് കേൾക്കുന്നുണ്ട്. മേളിൽ പരിപാടി തുടങ്ങി. മേളിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 9 മണിയായി. ഇനി മേളിലോട്ട് പോകണം.
മേലോട്ട് പോയിട്ട് പതുക്കെ വൈകുന്നേരം സ്റ്റാർട്ട് ആയിട്ട് എങ്ങനെയാ ക്രൗഡ് ഒന്നും അറിയത്തില്ല. ഇത് ആക്ച്വലി കുറച്ച് ഔട്ടറാണ്, കോട്ടയം അല്ല. കോട്ടയത്തിന് ശേഷം നല്ല പുറത്തോട്ട് നിൽക്കുന്ന സ്ഥലമാണെന്ന് പറയാം. ഇടുക്കി വൈബുള്ള സ്ഥലമായത്. ഒരു പബ് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഒരു പബ് ഉണ്ട്. അപ്പോഴത്തേക്കും എന്താ നോക്കാം, ക്രൗഡ് കണ്ട് നോക്കാം. അങ്ങനെ ഫൈനലി ഞാൻ റെഡി ആയിരിക്കുന്നു. എല്ലാ ഓർണമെന്റ്സ് വെച്ചിട്ട് ഏതാണ് സെറ്റ് ആവുന്നത് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലത്ത് നിന്ന് മേടിച്ചാണ്. മോർ സൂട്ടബിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പരിപാടിക്ക് റെഡിയായി. ഇനി മുകളിലോട്ട് പോയാൽ മതി. ഇനി പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നോക്കണം. അപ്പോൾ സെറ്റ് അങ്ങനെയാണ് പരിപാടിക്ക് പോകാൻ ഇറങ്ങി. മേലോട്ട് കയറിയിട്ട് അവിടുത്തെ വീടിന് അധികം കാണൂല, കാരണം കോപ്പറേറ്റ് മ്യൂസിക്സിന് കോപ്പറേറ്റ് കാണും. അപ്പോൾ അങ്ങനെ അധികം കാണത്തില്ല. സോ മേലോട്ട് കയറി കാണിക്കാം. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെന്നറിയാവോ, നമ്മളിങ്ങനെ പബ്ബിൽ കയറി പോകുമ്പോഴല്ലേ ഒരു സാധനം വരും കണ്ടോ, ഇത് അടിപൊളി. അതൊരു ആ ഒരു എൻട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ മേളിൽ കയറി മുമ്പ് എൻട്രി ഇല്ല ഇത്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. അധികം ക്രൗഡൊന്നുമില്ല, നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പം അങ്ങനെ തിരക്ക് കുറവായിരുന്നു, പക്ഷെ എന്നാലും പരിപാടി കളറായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഫുഡ് വന്നിട്ടുണ്ട് റൂമിൽ. ബട്ടർ ചിക്കനും ബട്ടർ ചിക്കനും വന്നിട്ടുണ്ട്. പിന്നെ കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്തോട്ട് രാത്രി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് സേവ് ചെയ്യാം. രാവിലെ പോകുന്നതിനെ കാട്ടി രാത്രി പോയി കഴിഞ്ഞാൽ ഒരു ദിവസം സേവ് ചെയ്യാം. നാളെ രാവിലെ ഏർലി മോർണിംഗ് ആകുമ്പോൾ എത്തും. എന്നിട്ട് നമുക്ക് ഉറങ്ങി ആ ഒരു ദിവസം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാമല്ലോ. ഇതാകുമ്പോൾ രാത്രി നമുക്ക് രാവിലെ ആണ് നമ്മൾ ഓടുന്നതെങ്കിൽ രാവിലെ ഓടി ഉച്ച വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എത്തും. പിന്നെ ക്ഷീണമായിരിക്കും. പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയം മാത്രമേ കാണത്തുള്ളൂ, ഒന്നും കാണത്തില്ല. ഇതാണ് പെർഫെക്റ്റ് ഷെഡ്യൂൾ. ഉറക്കം വരാൻ മാത്രം നോക്കിയത്. അഥവാ ഉറക്കം വരുന്നെങ്കിൽ കാർ സൈഡിലൂടെ ഒതുക്കിയിട്ട് ഒരു 15 മിനിറ്റ് പവർ നാപ്പ് എടുത്തിട്ട് വീണ്ടും ഓടിക്കും. എത്ര ഉള്ളൂ. നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് ഇതാണ് ഫുഡ്. ബട്ടർ ചിക്കൻ, നാൻ ആൻഡ് 2 പ്ലേറ്റ്സ് ഫുഡുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണം. ബൈ പറയണം ഹോട്ടലിനോട്. ഞങ്ങൾ ഇറങ്ങുവാണ് ഗൈസ്. ഞങ്ങളുടെ ഓൾമോസ്റ്റ് 8 മണിയായി. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തായിരുന്നു. അത്യാവശ്യം ഫുഡ് വേസ്റ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ വീടെത്തുമ്പോൾ ഒരു 5-6 മണിയാവും. ഞങ്ങൾ അതുകൊണ്ട് ചെക്കൗട്ട് ചെയ്യുകയാണ്. മിനിമം ഒരു 5 മണിയാവും. നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. പിന്നെ മഴയും ഉണ്ട്. നാളെ ഒരു ദിവസം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങുവാണ്. എന്തായാലും നമ്മൾ ഉറങ്ങുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ വഴിക്ക് ഇറങ്ങി ഓൾറെഡി ചെക്കൗട്ട് ചെയ്ത് കീ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ പോകണം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലോട്ട് കാണാം. ബൈ. ഇനി അടുത്ത ഏത് ഹോട്ടലാണ്, അടുത്ത എവിടെയാണ് പോകുന്നത്, അടുത്ത എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് അപ്പോൾ കാണാം. ബൈ ഗൈസ്. പകല് വന്നപ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയാമോ. ഇപ്പൊ രാത്രി ഈ വഴി കൂടെ പോകുമ്പോഴേ പേടിയാവുന്നത്. നമ്മൾ പകൽ ഇതുവഴിയാണ് വന്നത്, പക്ഷെ വന്നപ്പം വാവ് എന്ത് രസമാണ്, എന്ത് ഗ്രീനറി ആന്നൊക്കെ പറഞ്ഞ വഴിയാണ്. രാത്രി ഇതുവഴി പോകുമ്പോഴത്തേനും പേടിയാവുന്ന കാണുമ്പോൾ. ആളുവാസം ഭയങ്കര കുറവാണ്. പിന്നെ വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഫോറസ്റ്റിനകത്തൂടെ റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ആർക്കാണ് ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റ് കിട്ടിയാൽ കിട്ടി. വേറെ വൈബ്. വണ്ടിയിലാണ് ആവശ്യത്തിൽ കൂടുതൽ പണി. ഹെഡ്ലൈറ്റ് ഇല്ല, ഹെഡ്ലൈറ്റ് കുറവാണ്. ലൈറ്റ് വർക്കാവൂല, മാത്രം വർക്കാവും.